Hi all, welcome to LK Group of Educational Service. So, biological classification ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പാർട്ട് 3, പാർട്ട് 2ഉം പാർട്ട് 1ഉം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 3 നമുക്കൊന്ന് നോക്കാം. സോ ഈ ഒരു പാർട്ട് 3 സെക്ഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. സോ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാർലസ് ലിനേയസ് ആണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. കാർലസ് ലിനേയസിന്റെ ഒരു പ്രപ്പോസ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മൾ കാർൽ ലിനേയസിനെ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയാറുണ്ട്. അതുപോലെ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത വേറെ ഒന്നുകൂടിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കൺസെപ്റ്റുകളാണ്. ഇനി ക്ലാസിഫൈഡ് ലിവിങ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ ആൻഡ് മൊബിലിറ്റി. അതായത് അദ്ദേഹം 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മൊബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷനെയും ബേസിസിലാണ് നമ്മൾ കാർൽ ലിനേയസ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. ഇവിടെ പറയുന്നുണ്ട് ലിവിങ് ഓർഗാനിസം ആർ ക്ലാസിഫൈഡ് ഇൻ ടു കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ എന്നും കിങ്ഡം പ്ലാന്റേ എന്നുമാണ് അദ്ദേഹം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ആദ്യമായി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ അതിനെ കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്നതിന് തന്നെയാണ് നമ്മൾ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് തന്നെയാണ് അനിമൽ കിങ്ഡം എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ ഇനി എന്തൊക്കെയാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തുകൊണ്ട് നമ്മൾ പ്രപ്പോസ് ചെയ്തു? അത് R.H. വിറ്റാക്കർ ആണ് പ്രപ്പോസ് ചെയ്തത്. എന്തുകൊണ്ട് അത് ഡിസ്കവർ ചെയ്തു? എന്തൊക്കെയാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ്സ് എന്നുള്ളത് കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ ഡീമെറിറ്റ്സിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോക്കറിയോട്സ് ആൻഡ് യൂക്കറിയോട്സ്. പ്രോക്കറിയോട്സും യൂക്കറിയോട്സും തമ്മിൽ അതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവിടെ അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കാർൽ ലിനേയസ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ന്യൂട്രീഷൻ്റെയും അവരുടെ മൊബിലിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ്. പ്ലാന്റ്സ് ആണെങ്കിൽ അവർ മൊബൈൽ ആണെന്ന് നമുക്കറിയാം. അതേസമയം അനിമൽസ് ആണെങ്കിൽ അവർ മൊബൈൽ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ന്യൂട്രീഷൻ്റെയും ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പക്ഷേ അദ്ദേഹം യൂക്കറിയോട്സിനെ കുറിച്ചോ പ്രോക്കറിയോട്സിനെ കുറിച്ചോ ഒരു തരത്തിലുമുള്ള ഒരു മെൻഷനിങ് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. പ്രോക്കറിയോട്സ് എന്ന് പറയുമ്പോൾ പ്രോക്കറിയോട്ടിക് സെല്ലുകളുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത് അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അവർക്ക് ഉണ്ടാവില്ല. യൂക്കറിയോട്സ് ആണെങ്കിൽ അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അദ്ദേഹം യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ കുറിച്ച് ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ അദ്ദേഹം നടത്തിയില്ല. അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു മെൻഷനിങ് അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിട്ടില്ല. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കുമായിട്ടുള്ള ഓർഗാനിസത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലൂടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഫോട്ടോസിന്തറ്റിക് എന്നാണ് നമുക്കറിയാം. ഫോട്ടോസിന്തസിസ് ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ അവർ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ആയിരിക്കും അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഡീമെറിറ്റ്സ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാർലസ് ലിനേയസ് ആണ്. അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? മൊബിലിറ്റിയുടെയും അതുപോലെ തന്നെ ന്യൂട്രീഷൻ്റെയും ബേസിസിലാണ് അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫസ്റ്റ് കിങ്ഡം കിങ്ഡം പ്ലാന്റേ ആൻഡ് ദ സെക്കൻഡ് കിങ്ഡം ഈസ് കിങ്ഡം അനിമേലിയ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ റോബർട്ട് എച്ച് വിറ്റാക്കർ, അദ്ദേഹത്തെയാണ് നമ്മൾ R.H. വിറ്റാക്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ബൊട്ടാനിസ്റ്റ് ആണ്. അദ്ദേഹമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. സോ ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത ഇയറും നിങ്ങൾ ഓർത്ത് വെക്കണം. 1969 അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പ്രപ്പോസ് ചെയ്യുന്നത്. അതുമാത്രമല്ല 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓർഗാനിസത്തിൻ്റെ മൊബിലിറ്റിയും ന്യൂട്രീഷനുമായിരുന്നു ക്രൈറ്റീരിയ എങ്കിൽ ഇവിടെ എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയാസ്? സോ ഫസ്റ്റ് വൺ ഈസ് സെൽ സ്ട്രക്ചർ. സെൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. അതുപോലെ തന്നെ താലസ് ഓർഗനൈസേഷൻ, ദെൻ റീപ്രൊഡക്ഷൻ, ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ 4 കണ്ടീഷൻസിനെയും അല്ലെങ്കിൽ ഈ ഒരു 4 ക്രൈറ്റീരിയസിൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓർഗാനിസത്തെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷന് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കിങ്ഡം പ്ലാന്റ്, സെക്കൻഡ് വൺ കിങ്ഡം അനിമേലിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ ഇതിലുമുണ്ട്. ദെൻ കിങ്ഡം ഫംഗി, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോക്കറിയോട്സ്. അതായത് ഇവിടെ നമുക്ക് മെയിനായിട്ട് അത് അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗി, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. ഇത് 4 ഇത് 5 നമുക്ക് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിന് ഓരോന്നിനെ കുറിച്ചും നമുക്കതിനെ ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. സോ കിങ്ഡം മൊനീറ എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം മാത്രമല്ല, അതിന് ന്യൂക്ലിയസും ഉണ്ടാവില്ല. കിങ്ഡം മൊനീറയിൽ പെടുന്ന ഓർഗാനിസത്തിന് ന്യൂക്ലിയസും ഇല്ല, അതുപോലെ തന്നെ അവർ യൂണിസെല്ലുലാർ ആണ്. ദെൻ പ്രോട്ടിസ്റ്റ ആണെങ്കിൽ പ്രോട്ടിസ്റ്റയ്ക്ക് ഉദാഹരണമാണ് അമീബ. അമീബ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ് ആണ്. ഒരു ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫംഗി. ഫംഗിക്ക് എക്സാമ്പിൾ ആണ് മഷ്റൂം എന്ന് പറയുന്നത്. മഷ്റൂം എന്ന് പറയുമ്പോൾ നോൺ മോട്ടൈൽ ആണ്, ഹെട്രോട്രോഫിക് ആണ്. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മഷ്റൂംസും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോട്രോപ്പിക് ആൻഡ് ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞ 2 വേർഡ്സ് നിങ്ങൾക്ക് കാണാം. ഹെട്രോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെട്രോട്രോപ്പിക് എന്ന് പറയുന്നത്. ഓട്ടോട്രോപ്പിക് എന്നാണെങ്കിൽ അവർ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, അവരുടെ ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ നമ്മൾ ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്ന ടേം വെച്ചായിരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. സോ ഇവിടെ പ്ലാന്റ്സ് ഉണ്ട്. കിങ്ഡം പ്ലാന്റിൽ നമ്മൾ നോർമലി പറയുന്നത് എന്താ, പ്ലാന്റ്സ് ആണ് അവിടെ വരുന്നത്. അതിനുശേഷം ഓട്ടോട്രോപ്പിക്, മൾട്ടി സെല്ലുലാർ, നോൺ മോട്ടൈൽ ഓർഗാനിസം ആണ്. അതിൻ്റെ പെക്യുലാരിറ്റീസ് പറയുകയാണെങ്കിൽ ഓട്ടോട്രോപ്പിക് ആണ്, അവർ സ്വയമേ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ ഇമ്മൊബൈൽ ആണ്. അതാണ് ഇവിടെ നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് അനിമേലിയ. അനിമേലിയ എന്ന് പറയുന്നത് ഹെട്രോട്രോപ്പിക് ആണ്. ഹെട്രോട്രോപ്പിക് മാത്രമല്ല മൾട്ടി സെല്ലുലാർ ആണ്. അതുപോലെ തന്നെ ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം മോട്ടൈലാണെന്ന്. സോ ഇത് ജസ്റ്റ് ഒരു പെക്യുലാരിറ്റി. നമ്മൾ ഈ 5 കിങ്ഡത്തിൻ്റെയും ഒരു ഓവറോൾ പെക്യുലാരിറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ഓരോ കിങ്ഡത്തെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് കിങ്ഡം മൊനീറയാണ്. കിങ്ഡം മൊനീറ എന്ന് പറയുമ്പോൾ എല്ലാ പ്രോക്കറിയോട്ടിക് ഓർഗാനിസവും കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സെൽ ഓർഗനലൈസ് ആർ പ്രസന്റ്. സെൽ ഓർഗനലൈസ് കിങ്ഡം മൊനീറയിലുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞിരുന്നു കിങ്ഡം മൊനീറയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ബാക്ടീരിയ എക്സാമ്പിളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ബാക്ടീരിയ എല്ലാം കിങ്ഡം മൊനീറ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതിന് പ്രോക്കറിയോട്ടിക് ഓർഗാനിസമാണ്, ദെൻ മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ്, അതുപോലെ തന്നെ സെൽ ഓർഗനൽ പ്രസന്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്, അക്വാട്ടിക് യൂക്കരിയോട്ടിക് ഓർഗാനിസമാണ്. അക്വാട്ടിക് ആയിട്ടുള്ള യൂക്കരിയോട്ടിക് ഓർഗാനിസമാണ്, യൂണിസെല്ലുലാർ ആണ്, ട്രൂ ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലി. അതായത് ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിയുമുള്ള ഒരു കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കിങ്ഡം ഫംഗി. കിങ്ഡം ഫംഗി എന്ന് പറയുമ്പോൾ അതും യൂക്കരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് കിങ്ഡം ഫംഗി എന്ന് പറയുന്നത്. കാരണം അവർ വേറെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്ക് സ്വയമേ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒന്നാണ് ഫംഗസിൻ്റെ സെക്ഷനിൽ, അല്ലെങ്കിൽ കിങ്ഡം ഫംഗി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ എക്സെപ്ഷണൽ ആയിട്ട് വന്നിരുന്ന ഒരു ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് മാത്രമേ ഉള്ളൂ യൂണിസെല്ലുലാർ. സോ ഈ ഒരു എക്സെപ്ഷണൽ കേസ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫംഗികളും മൾട്ടി സെല്ലുലാർ ആണ്, പക്ഷേ യൂണിസെല്ലുലാർ ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഫംഗി ഏതാണ്? ഈസ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്, അതുപോലെ തന്നെ യൂക്കരിയോട്ടിക് ആണ്, ഓട്ടോട്രോപ്പിക് ആണ്, അതുപോലെ തന്നെ ക്ലോറോഫിലിൻ്റെ പ്രസൻസ് ഉണ്ട്, ദെൻ ഇമ്മൊബൈൽ ആണ്. അതായത് കിങ്ഡം പ്ലാന്റയുടെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഇമ്മൊബൈൽ ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ തന്നെ യൂക്കരിയോട്ടിക് ആണ്, പിന്നെ ക്ലോറോഫിൽ ഉണ്ട്. നമുക്കറിയാം ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ആണെങ്കിൽ ക്ലോറോഫിലിൻ്റെ പ്രസൻസ് അനിവാര്യമാണ് അല്ലേ. സോ ഇതൊക്കെയാണ് കിങ്ഡം പ്ലാന്റയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കിങ്ഡം അനിമേലിയ.
കിങ്ഡം അനിമേലിയ ആകുമ്പോൾ കിങ്ഡം അനിമേലിയയും മൾട്ടി സെല്ലുലാറും യൂക്കരിയോട്ടിക്കുമാണ്. പക്ഷേ അതെന്താണ്, ഹെട്രോട്രോപ്പിക് ആണ്. അതുപോലെ തന്നെ സെൽ ആർ വിത്തൗട്ട് സെൽ വാൾ ഇല്ല. അനിമേലിയ കിങ്ഡത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഓർഗാനിസത്തിൽ നിന്നും സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. പിന്നെ ദേ ആർ മൊബൈലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ സെക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ആക്ച്വലി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കിങ്ഡം, അതായത് ക്ലാസിഫിക്കേഷനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കാർലസ് ലിനേയസ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് R.H. വിറ്റാക്കർ. അതുപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന് ബേസിസ്, അതായത് എന്ത് ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് കാർൽ ലിനേയസ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷനും അതുപോലെ തന്നെ മൊബിലിറ്റിയുടെയും ബേസിസിലാണ്. പക്ഷേ R.H. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു. അതിൽ റീപ്രൊഡക്ഷൻ, സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. സോ ഓരോ ക്ലാസിഫിക്കേഷനും അതിൻ്റെതായ ക്രൈറ്റീരിയാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. R.H. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് 1969 എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ എന്ന് പറയുന്ന 2 ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ കാർൽ ലിനേയസ് നടത്തിയതെങ്കിൽ R.H. വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ആയിരുന്നു. 5 കിങ്ഡം എന്ന് പറയുമ്പോൾ കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗസ്, പ്ലാന്റ്, അനിമേലിയ അങ്ങനെയാണ് പോകുന്നത്. കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗസ് അതുപോലെ അനിമേലിയ, പ്ലാന്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ വരുന്നത് ദ പ്രോക്കറിയോട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം. അതായത് പ്രോക്കറിയോട്സ് താഴെ പറയുന്നവയിൽ ഏത് കിങ്ഡത്തിലാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? പ്രോക്കറിയോട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രോക്കറിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. സോ അതിൽ ഇൻക്ലൂഡ് ആവുന്നത് ഏതൊക്കെയാണ്? അനിമേലിയ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റയുണ്ട്, ദെൻ പ്രോട്ടിസ്റ്റയുണ്ട്, ആൻഡ് ദ ഫൈനൽ വൺ ഈസ് മൊനീറ. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? കിങ്ഡം മൊനീറ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദ കിങ്ഡം മൊനീറ ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് വാസ് പ്രപ്പോസ്ഡ് ബൈ. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് അത് ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ബെന്തം ഹുക്കർ, ദെൻ ഓപ്ഷൻ ബി വരുന്നത് കാർലസ് ലിനേയസ്, ഓപ്ഷൻ സി വരുന്നത് R.H. വിറ്റാക്കർ, ദെൻ ഓപ്ഷൻ ഡി വരുന്നത് ഏർണസ്റ്റ് ഹെക്കൽ. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം R.H. വിറ്റാക്കർ ഈസ് ദ റൈറ്റ് ആൻസർ. R.H. വിറ്റാക്കർ എന്ന് പറയുന്നത് ആക്ച്വലി അമേരിക്കൻ ആയിട്ടുള്ള ഒരു ബൊട്ടാനിസ്റ്റ് ആണ് എന്നെല്ലാം നമ്മൾ പഠിച്ചു. സോ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ഈ ഒരു സെക്ഷനും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.